തളിപ്പറമ്പിൽ മത്സരത്തിന് ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസിലെ വിമത സ്ഥാനാർത്ഥി. ചില്ലറ തലവേദനയല്ല കോൺഗ്രസിന്. കൊയ്യം ജനാർദ്ദൻ ഏതായാലും പത്രിക പിൻവലിച്ചിട്ടില്ല. നാളെ ഉച്ചയ്ക്ക് വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് കൊയ്യം ജനാർദ്ദൻ പറയുന്നത്. അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ, KC വേണുഗോപാൽ തന്നെ അന്ത്യശാസനം നൽകിയിരുന്നു. പത്രിക പിൻവലിച്ചില്ലെങ്കിൽ ഇനി പാർട്ടിയിൽ കാണില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ നിലപാടിൽ മാറ്റമില്ല. കൊയ്യം ജനാർദ്ദനൻ മത്സരത്തിൽ ഉറച്ചു നിൽക്കുകയാണല്ലേ? വിനീത, തീർച്ചയായിട്ടും കൊയ്യം ജനാർദ്ദനൻ മത്സരത്തിൽ നിന്നും പിന്മാറിയിട്ടില്ല. KPCC അംഗം കൂടിയായിട്ടുള്ള കൊയ്യം ജനാർദ്ദനന് ഇന്ന് കോൺഗ്രസ് നേതാക്കളെല്ലാം അന്ത്യശാസനം നൽകുന്നത് പോലെ തന്നെയുള്ള പ്രതികരണമാണ് നടത്തിയത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെ ശക്തമായ ഭാഷയിൽ, അതായത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ ഇന്ന് വൈകുന്നേരം വരെ കൊയ്യം ജനാർദ്ദനന് സമയം അനുവദിച്ചിട്ടുണ്ട്. ആ വൈകുന്നേരവും പത്രിക പിൻവലിക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായും പാർട്ടിക്ക് പുറത്ത് എന്നുള്ള നിലപാട് തന്നെയാണ് കോൺഗ്രസിന്റെ നേതാക്കൾ സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഇരിക്കൂർ MLA സജി ജോസഫ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ കൊയ്യം ജനാർദ്ദനുമായി സംസാരിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടങ്ങളിലൊന്നും തന്നെ അനുനയത്തിന് കൊയ്യം ജനാർദ്ദനൻ തയ്യാറായിട്ടില്ല. എന്തായാലും മത്സരത്തിൽ ഉറച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ വൈകുന്നേരം 3 മണിയോടുകൂടി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചിരിക്കുകയാണ്. ആ സമയം വരെയും കൊയ്യം ജനാർദ്ദനൻ പത്രിക പിൻവലിച്ചിട്ടില്ല. അതായത് കോൺഗ്രസിന് തളിപ്പറമ്പിൽ ഒരു വിമത സ്ഥാനാർത്ഥിയുണ്ട്. കൊയ്യം ജനാർദ്ദനൻ മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എന്നതാണ് ഈ ഘട്ടത്തിലും പറയുന്നത്. അല്ലെങ്കിൽ TK ഗോവിന്ദനെ പിന്തുണയ്ക്കുന്നത് കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഇല്ലാത്തതിൽ തന്നെയാണ് കൊയ്യം ജനാർദ്ദൻ വിമതനായി മത്സരിക്കുന്നത്. KC വേണുഗോപാൽ ഉൾപ്പെടെ അന്ത്യശാസനം നൽകിയിട്ടും കൊയ്യം ജനാർദ്ദൻ പിന്നോട്ടില്ല. തളിപ്പറമ്പിൽ ഈ വിമതൻ UDF ഭീഷണിയാകുമോ? കാത്തിരുന്ന് കാണാം.